Hello everyone, welcome to a new lesson with Maria's Lit-Text. So this is going to be the second part of the lesson, The Mischief by Fire, which is from the Gypsy Goddess, a novel by Meena Kandasamy, included in the AEC Second Semester paper for Literatures in Calicut University's FYUGP program. അപ്പോൾ നേരത്തെ ചെയ്തിട്ടുള്ളൊരു ഫസ്റ്റ് പാർട്ടിൻ്റെ സെക്കൻഡ് പാർട്ടാണ് മിസ്റ്റീഫ് ബൈ ഫയർ എന്നുള്ള ലെസണിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ വിതൗട്ട് മച്ച് അഡോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു നെറേറ്റീവ് ടെക്നിക്ക് തന്നെയാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ എഴുതിയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഇത് എന്ന് നമ്മൾ പറഞ്ഞു. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ഡിസ്കഷൻ അബൌട്ട് ദ നെറേറ്റീവ് ടെക്നിക് യൂസ്ഡ് ഇൻ ദി ചാപ്റ്റർ. The author uses a unique storytelling approach in this chapter that makes the terrible events feel even more powerful. നമ്മൾ ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ ഒരു ടെറിബിൾ ആയിട്ടുള്ളൊരു ഫേസാണ് ഈ ഒരു ചാപ്റ്ററിൽ കണ്ടിട്ടുള്ളത്. ഒരു ബോഡി എങ്ങനെ തീ എങ്ങനെ ആ ഒരു ബോഡിയെ നോക്കി അവസാനം ബ്ലഡ് വരെ ബോയിൽ ചെയ്തിട്ട് എങ്ങനെയുണ്ട് അവർ മരിച്ചു പോകുന്ന ആ ഒരു സീനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ വളരെ യുണീക്കായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് ഈ ഒരു ചാപ്റ്ററിലേക്ക് നമ്മൾ കാണാൻ പറ്റുന്നത്. അന്നുണ്ടായിട്ടുള്ള ഒരു ടെറിബിൾ ഇവൻറ്റ്സിനെ നമുക്ക് തൊട്ടറിയാം എന്ന് പറയുന്നൊരു നെറേറ്റീവാണ്. ദ റൈറ്റിംഗ് ഫ്ലോസ് ഇൻ വൺ ലോങ് പാരഗ്രാഫ്, ഒരൊറ്റ ലോങ് പാരഗ്രാഫ് പോലെ വിത്തൗട്ട് മെനി സ്റ്റോപ്സ് യൂസിങ് ദ വേർഡ് ആൻഡ്. അടുത്ത ഒരു ഇൻസിഡൻറ്റിനെ കണക്ട് ചെയ്യാൻ ആൻഡ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലോയിങ് പാസേജാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഓരോ ന്യൂ പാർട്ടിനെയും കണക്ട് ചെയ്യുന്നത് ഈ ഒരു ആൻഡ് മാത്രമാണ്. ആൻഡ് ദിസ് ക്രിയേറ്റ്സ് എ ഫീലിംഗ് ഓഫ് ഈവൻറ്റ്സ് ഹാപ്പനിങ് ക്വിക്ക്ലി വിത്തൗട്ട് പോസ്. എങ്ങനെയാണ് ഒരു തീ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്, തീ പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു എന്തിൻ്റെ മേലാണോ തീ പിടിച്ചത് അത് തീർത്ത് കളയോളം വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു പ്രോഗ്രഷനാണ് നമുക്ക് കാണുക. അതുപോലെ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരാളുടെ ഒരു ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഈവൻറ്റ്സ് ആർ ഹാപ്പനിങ് ക്വിക്ക്ലി വിത്തൗട്ട് പോസ്. തീ എവിടെയും പോസ് ചെയ്യുന്നില്ല, അതുപോലെയുള്ള ഒരു ഒഴുക്കാണ് നമ്മൾ കാണുന്നത്. സിമിലർ ടു ഹൗ ദ വിക്ടിംസ് കുഡ് നോട്ട് എസ്കേപ്പ് ദ സിറ്റുവേഷൻ. വിക്ടിംസിന് എങ്ങനെ ആ ഒരു തീയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ല, അതുപോലെയാണ് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ഫ്ലോ ആയിട്ട് ഒഴുകുന്നത്. ദസ് വെരി ലിറ്റിൽ പങ്ക്ച്വേഷൻ, വളരെ മിനിമം പങ്ക്ച്വേഷൻ മാർക്കേ ഉള്ളൂ. ആൻഡ് വിച്ച് മേക്സ് എവറിഥിങ് ഫീൽ റഷ്ഡ് ആൻഡ് ബ്രെത്ത്ലെസ്. ഒരു ശ്വാസം വിടാതെയുള്ള ഒരു റഷ്ഡ് ആയിട്ടുള്ളൊരു പാസേജാണ്. ലൈക്ക് ബീങ് കോട്ട് ഇൻ എ ടെറിബിൾ മൊമെൻറ്റ് ദാറ്റ് വോണ്ട് എൻഡ്. അവസാനിക്കാത്തൊരു ടെറിബിൾ മൊമെൻറ്റിൽ പെട്ടു പോകുന്നൊരു ഫീലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദ സെൻറ്റൻസസ് ബിൽഡ് ഓൺ ഈച്ച് അതർ. ഒരു സെൻറ്റൻസ് അടുത്തതിൻ്റെ മുകളിലിങ്ങനെ ബിൽഡ് ചെയ്ത് വരുന്നു. ഗെറ്റിംഗ് മോർ ആൻഡ് മോർ ഇൻറ്റൻസ് ആസ് ദ ഹൊറർ അൺഫോൾഡ്സ്. ഈ ഒരു ഹൊററിൻ്റെ പേടിയുടെയും ഭീതിയുടെ ഒരു മൊമെൻറ്റ് ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ഡിസ്ക്രിപ്ഷനും വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് വരുന്നത്. ദിസ് സ്റ്റൈൽ പുട്ട് ദ റീഡേഴ്സ് ഡയറക്ട്ലി ഇൻ ടു ദ മിഡിൽ ഓഫ് ദ കെയോസ്. ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ ബഹളത്തിലേക്ക് റീഡേഴ്സും തന്നെ ട്രാൻസ്പോർട്ടഡ് ആവുന്നു. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ബ്ലഡ് ബോയിൽ ചെയ്യുന്നതൊക്കെ വായിക്കുന്ന ആളുടെ മേൽ പൊളിക്കുന്ന രീതിയിൽ അത് ഫീൽ ചെയ്യുന്നത്. ഗിവിങ് ദം നോ ചാൻസ് ടു ലുക്ക് എവേ ഓർ ടേക്ക് എ ബ്രേക്ക്. ബൈ ഡിസ്ക്രൈബിങ് ദ ബേണിംഗ് ബോഡീസ് ഇൻ സച്ച് കെയർഫുൾ ഡീറ്റെയിൽ, വളരെ കെയർഫുൾ ആയിട്ടുള്ള ക്ലിനിക്കൽ ഡീറ്റെയിലിൽ ഈ ബോഡീസ് ബേൺ ചെയ്യുന്നത് ഡിസ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ദ ഓതർ ഫോഴ്സസ് us to witness the full horror of what happened. ബാക്ക് ഇൻ 1960s സംഭവിച്ചതാണെങ്കിലും നമ്മൾ ആ മൊമെൻറ്റിൽ ആ ഒരു തീ കത്തുന്ന ബോഡി കാണുന്ന ഒരു ഫീലാണ് വായനക്കാർക്ക് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. മേക്കിംഗ് ഷുവർ വി അണ്ടർസ്റ്റാൻഡ് ദ ട്രൂ ഹ്യൂമൻ കോസ്റ്റ് ഓഫ് ദിസ് വയലൻസ്. ഈ ഒരു വയലൻസിൻ്റെ കൃത്യമായിട്ടുള്ളൊരു മനുഷ്യന്മാരുടെ നഷ്ടം എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് തൊട്ടറിയാൻ പറ്റുന്നു. ദ സ്റ്റൈൽ ഇറ്റ് സെൽഫ് ബിക്കംസ് ദ മെസ്സേജ്. ദിസ് ഈസ് വാട്ട് ആക്ച്വലി ഹാപ്പൻസ്. ഈ സ്റ്റൈല് തന്നെയാണ് ഇവർക്ക് കൺവേ ചെയ്യാനുണ്ടായിരുന്ന ഈ ഒരു മെസ്സേജ്. ഒരു വയലൻസിൻ്റെ എക്സ്ട്രീം നമ്മൾ തൊട്ടറിയുന്നു എന്നുള്ളത്. ആൻഡ് ദ മെസ്സേജ് അബൌട്ട് ദ ക്രൂവൽറ്റി ആൻഡ് അൺസ്റ്റോപ്പബിൾ നേച്ചർ ഓഫ് ദി അറ്റാക്ക്. ഒരാൾക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഒരു അറ്റാക്കാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ദെൻ അനദർ ക്വസ്റ്റ്യൻ ഇസ് കണ്ടസാമീസ് ഗ്രാഫിക് ഡീറ്റെയിലിംഗ് ഓഫ് ദ വയലൻസ്. ആ ചാപ്റ്ററിലുള്ള ഗ്രാഫിക് ഡീറ്റെയിലിംഗ് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് ഇറ്റ്സ് അനദർ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് ടു ബി ഡിസ്കസ്ഡ്. മീന കന്ദസാമീസ് ഗ്രാഫിക് ഡീറ്റെയിലിംഗ്. ഗ്രാഫിക് എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഓരോ പോയിൻറ്റും മാർക്ക് ചെയ്തിട്ടുള്ള ഡീറ്റെയിലിംഗ് ആണ്. ഗ്രാഫ് വരയ്ക്കുന്ന പോലെ ഓരോ പോയിൻറ്റും ടച്ച് ചെയ്തിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ, വളരെ വിവിഡ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഓഫ് വയലൻസ്. ഇറ്റ് സെർവ്സ് ഇമ്പോർട്ടൻറ്റ് പേർപ്പസസ് ദാറ്റ് ഗോ ബിയോണ്ട് ഷോക്ക് വാല്യൂ. ആളുകളെ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞ് ഷോക്കാക്കുന്നതിനപ്പുറം അത് തൊട്ടറിയാൻ അനുഭവിക്കുക എന്നുള്ളൊരു ഫീലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബൈ ഡിസ്ക്രൈബിംഗ് ദ ബേണിംഗ് ബോഡീസ് വിത്ത് സച്ച് പെയിൻഫുൾ പ്രിസിഷൻ
She forced readers to truly see what happened that night in കിൽവൻമണി. കിൽവൻമണിയിൽ അന്ന് രാത്രി സംഭവിച്ചത് എന്താണെന്ന് കൃത്യമായിട്ട് തൊട്ടറിയാനാണ് ഈ ഒരു വായന നമ്മളെ കമ്പൽ ചെയ്യുന്നത്. ആൻഡ് ദ റൈറ്റർ refuses to describe violence in vague and softened ways. നമ്മൾ ആളുകളെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനിലേക്കും ഇവർ പോകുന്നില്ല. ത്രൂ ഹർ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ബേണിങ് സ്കിന്ന്, ബ്ലഡ് ബോയിൽ ചെയ്യുന്നത്, അതുപോലെ ബോഡീസ് ഇങ്ങനെ ചെതറിക്കിടക്കുന്നത്, ഇതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഷീ മേക്സ് ഷുവർ വി കനോട്ട് ലുക്ക് എവേ ഓർ മിനിമൈസ്. നമുക്ക് ഈ ഒരു സീൻ അങ്ങോട്ട് മിനിമൈസ് ചെയ്യാനോ അതിൽ നിന്ന് രക്ഷപ്പെടാനോ ഉള്ള ഒരു ചാൻസും തരുന്നില്ല. ആൻഡ് ദ ഗ്രാഫിക് ഡീറ്റെയിലിംഗ് ഓൾസോ സെർവ്സ് എസ് എവിഡൻസ് ആൻഡ് ടെസ്റ്റിമണി. അത് കൃത്യമായി നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ് എന്ന് നമ്മളെ അറിയിക്കുകയും അതിൻ്റെ ഒരു പ്രൂഫായിട്ട് ഈ ഒരു ഹോൾ നോവൽ വർക്ക് ചെയ്യുന്നു. ദീസ് വിക്ടിംസ് ക്യാൻ നോ ലോങ്ങർ സ്പീക്ക് ഫോർ ദെംസെൽവ്സ്. അവർക്ക് എണീറ്റ് വന്ന് അവരുടെ സ്റ്റോറി പറയാൻ പറ്റില്ല. സോ മീനാസ് വേർഡ്സ് ബിക്കം ദിയർ വിറ്റ്നസ്. ഇതൊരു സാക്ഷി പറയുന്ന ഒരു സാക്ഷിമൊഴിയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഷീ ഡോക്യുമെൻറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഹ്യൂമൻ ബോഡീസ് എക്സ്പീരിയൻസ്ഡ് ഡ്യൂറിങ് ദിസ് അട്രോസിറ്റി. ഓരോ മനുഷ്യ ശരീരവും അന്ന് എന്ത് ഫീൽ ചെയ്തു എന്നുള്ളത് അവൾ കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്യാണ്. ക്രിയേറ്റിംഗ് എ ലിറ്റററി റെക്കോർഡ് ദാറ്റ് സ്റ്റാൻഡ്സ് എഗെയിൻസ്റ്റ് ഡിനയൽ ഓർ ഫൊഗെറ്റിംഗ്. ഈ ഒരു കേസിൻ്റെ ട്രയലിൽ ഇതിൽപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട പല എന്താ പറയുക, ഈ ഒരു വയലൻസ് നടത്തിയ ആളുകളൊക്കെയും കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നൊരു സീനൊക്കെ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോലീസും കോർട്ടും ജസ്റ്റിസും എല്ലാം അത് നിരസിക്കുന്നുണ്ടെങ്കിലും ഒരു ലിറ്റററി പീസിലൂടെ അവരുടെ സത്യം വീണ്ടും തുറന്ന് ഫോഴ്സ്ഫുള്ളായിട്ട് പറയുന്ന ഒരു ആക്റ്റാണ് ഇവിടെ കാണുന്നത്. സോ ഹെർ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ഹൗ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഡിസപ്പിയർ ആൻഡ് ഫ്ലഷ് നൗ സ്റ്റാർട്ട് സ്പ്ലിറ്റിംഗ് ആർ ഇൻ ഗ്രാറ്റുവേഷ്യസ്, ദേ ആർ ട്രൂത്ത് ടെല്ലിങ്. അപ്പോൾ ഇതൊരു ഉണ്ടാക്കി പറയുന്ന കഥയല്ല. എങ്ങനെയാണ് ഒരാളുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഇങ്ങനെ ഉരുകി ഒലിച്ചു പോകുന്നത്, എങ്ങനെയാണ് സ്കിൻ ഇങ്ങനെ പൊട്ടുന്നത് എന്നൊക്കെ കാണിക്കുന്നത്. ദേ ആർ ട്രൂത്ത് ടെല്ലിങ് അബൌട്ട് വാട്ട് ഹാപ്പൻസ് വെൻ പീപ്പിൾ ആർ ബേൺഡ് അലൈവ്. ഒരാളെ ജീവനോടെ ചുട്ടുകൊന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നു. ഹെർ ഡിസ്ക്രിപ്ഷൻസ് ഓൾസോ റിഫ്ലെക്ട്സ് ദ കെയർലെസ്നെസ് ഓഫ് ബോത്ത് അറ്റാക്കേഴ്സ് ആൻഡ് ദ ഒഫീഷ്യൽ റെസ്പോൺസ്. ഇവരുടെ ഒരു ദയവുമില്ലാത്ത അത്രയും ഹാർഷായിട്ടുള്ളൊരു റിയാക്ഷൻ എന്താണ് ഇത് അറ്റാക്ക് ചെയ്യുന്നവരുടെയും അതുപോലെ ഒഫീഷ്യലായിട്ട് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടിയിരുന്ന ആളുകളുടെയും റെസ്പോൺസ് കാണിക്കുന്നതിലൂടെ. ആൻഡ് വെൻ ഷി ഡിസ്ക്രൈബ്സ് ഹൗ അതോറിറ്റീസ് ഫോട്ടോഗ്രാഫ് ദ റിമെയിൻസ് ഫ്രം 4 ഡിഫറെൻറ്റ് ആംഗിൾസ്, 4 ആംഗിളിൽ നിന്നും ഈ ഫോട്ടോ എടുക്കുന്ന ഡീറ്റെയിൽസ്, ദ ക്ലിനിക്കൽ അപ്രോച്ച് ഹൈലൈറ്റ്സ് ഹൗ വിക്ടിംസ് വെർ ഡീഹ്യൂമനൈസ്ഡ് ഇവൻ ആഫ്റ്റർ ദെയർ ഡെത്ത്. ഇവരുടെ മരണശേഷം പോലും ഇവരുടെ ഡെഡ് ബോഡിക്ക് വേണ്ട ഡിഗ്നിറ്റി കൊടുക്കാതെയാണ് അവർ വെറും ചുട്ടുകൊല്ലപ്പെട്ട് കുറച്ച് റാറ്റ്സിൻ്റെ ഒരു പൊസിഷൻ മാത്രമാണ് അന്നത്തെ അതോറിറ്റീസ്, ബ്യൂറോക്രസി അവർക്ക് കൊടുത്തിട്ടുള്ളത്. സോ ദെയർ സഫറിങ് ബിക്കംസ് പേപ്പർ വർക്ക് ആൻഡ് പ്രൊസീജിയർ. വെറും പേപ്പർ വർക്കും പ്രൊസീജിയറുമായിട്ട് അവരുടെ സഫറിങ് മാറ്റി എഴുതപ്പെട്ടു. ആൻഡ് മീനാസ് ഗ്രാഫിക്കൽ ഡീറ്റെയിൽസ് honor the victims by refusing to sanitize their deaths. ഇവരുടെ മരണത്തിന് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടേംസിലൊന്നും ഒരു സാനിറ്റൈസ് ചെയ്യുന്നില്ല. അത് അതിൻ്റേതായ എല്ലാ ഹൊററോടെയും നമ്മുടെ മുന്നിൽ റീക്രിയേറ്റ് ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. ഇത് അവരോട് ചെയ്യുന്ന അവരെ ഓണർ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. ടു റൈറ്റ് അബൌട്ട് ദിയർ ഡെത്ത്സ് ഇൻ പൊളൈറ്റ് ഡിസ്റ്റൻറ്റ് ലാംഗ്വേജ് വുഡ് ബി അനദർ ഫോം ഓഫ് എറേഷർ. ഇവരുടെ ഈ ഒരു കൊലപാതകത്തെ പറ്റി വളരെ സോഫ്റ്റർ ടേംസിൽ മറ്റൊരു ഭാഷയിൽ എഴുതുക എന്നുള്ളതും അവരെ ഈ എന്താ പറയുക ഹിസ്റ്ററി അവരെ മായ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഇൻസിഡൻറ്റിൽ അവർക്ക് നീതി കിട്ടിയിരുന്നില്ല. അപ്പോൾ ആ ഒരു എറേഷറിൻ്റെ ആ ഒരു മായ്ക്കലിൻ്റെ ഭാഗമാവലാവും ഇതൊരു സോഫ്റ്റർ ടേംസിൽ വളരെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ കൊല്ലപ്പെട്ടു എന്ന് മാത്രം പറഞ്ഞാൽ. സോ ബൈ ഡീറ്റെയിലിംഗ് ഈച്ച് ടെറിബിൾ മൊമെൻറ്റ്, അന്ന് സംഭവിച്ച ഓരോ മൊമെൻറ്റും ഡിസ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഷീ ഈസ് എക്നോളജിങ് ദ ഫുൾ മെഷർ ഓഫ് വാട്ട് വാസ് ടേക്കൺ ഫ്രം ദം. ഒരു മനുഷ്യൻ്റെ ജീവൻ ആ ശരീരത്തിൽ നിന്ന് എടുക്കുന്നതിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ എക്നോളജ് ചെയ്യണം. അതിന് നമ്മൾ കണക്കിലെടുത്ത് നമ്മളത് സമ്മതിച്ചു കൊടുക്കലാണ്. സോ ആൻഡ് ഇറ്റ് എൻസിസ് ദാറ്റ് റീഡേഴ്സ് റെക്കഗ്നൈസ് ഇറ്റ്. വായിക്കുന്ന ഒരാളും ഇത് ഫീൽ ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധമാണ് അവിടെ കാണുന്നത്. സോ ഇൻ സിമ്പിൾ ടേംസ്, Meena uses graphic details not to shock us, but to make us sure that we truly see, understand and remember what happened. Because looking away would be another kind of violence. അപ്പോൾ ഇതിന് ശ്രദ്ധ കൊടുക്കാതെ ശ്രദ്ധ തിരിച്ചു പോകുന്നതിന് പകരം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കും എന്ന് അവൾ ഉറപ്പ് വരുത്തുന്നതാണ് ഈ ഒരു എഴുത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്.
Another point of discussion is horrific reality of caste violence in India. ഇന്ത്യയിൽ ആകമാനം നടക്കുന്ന ജാതിയുടെ പേരിലുള്ള വയലൻസിൻ്റെ ഒരു റിയാലിറ്റി എങ്ങനെയാണ് ഈ ഒരു വർക്കിലൂടെ വരുന്നത് എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ്. സോ മീന കണ്ടസാമി യൂസസ് ദിസ് ബ്രൂട്ടൽ ചാപ്റ്റർ ടു എക്സ്പോസ് ദ ഹൊറിഫിക് റിയാലിറ്റി ഓഫ് കാസ്റ്റ് വയലൻസ്. അപ്പോൾ ഇതൊരു പാരഗ്രാഫ് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് കുറച്ചുകൂടെ എക്സ്ട്രാ ഡീറ്റെയിൽസ് ഉള്ളത്. സോ കാസ്റ്റ് റിയാലിറ്റീൻ്റെ ഹൊറിഫിക് ആയിട്ടുള്ളൊരു റിയാലിറ്റിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഷോയിങ് ഹൗ ലാൻഡ് ലോഡ്സ് ഫ്രം ഡോമിനൻറ്റ് കാസ്റ്റ് വീൽഡ് ഡെഡ്ലി പവർ ഓവർ ദളിത് ലേബറേഴ്സ്. താഴ്ന്ന ജാതിക്കാരായുള്ള ദളിത് ലേബറേഴ്സിൻ്റെ മുകളിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ഡോമിനൻറ്റ് കാസ്റ്റിൽപ്പെട്ടിരുന്ന ലാൻഡ് ലോഡ്സിന് ഭൂപ്രഭുക്കന്മാർക്ക് എത്രയധികം അവരുടെ മുകളിൽ ഇവർ അധികാരം കൈയാളിയിരുന്നു. ദേ വീൽഡഡ് ഡെഡ്ലി പവർ ആൻഡ് ഹു ഡെയർ ടു ചലഞ്ച് ദ സിസ്റ്റം. അവരുടെ ഒരു സിസ്റ്റത്തിനെ എതിർക്കുന്ന ഓരോരുത്തരെയും എങ്ങനെ അവർ തീർത്ത് കളഞ്ഞിരുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഇത് ഒരു കിൽവൺമണിയിൽ മാത്രമുള്ള ഒരു ഇൻസിഡൻ്റ് ആയിരുന്നില്ല. ത്രൂ ഔട്ട് ഇന്ത്യ ദിസ് വാസ് എ റിയാലിറ്റി ആൻഡ് ദിസ് ഈസ് എ റിയാലിറ്റി. ഇന്നും ഇതൊരു റിയാലിറ്റി തന്നെയാണ്. ദ കിൽവൺമണി മസാക്കർ ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ചാപ്റ്റർ വാസൻ ജസ്റ്റ് റാൻഡം വയലൻസ് ബട്ട് എ കാൽക്കുലേറ്റഡ് പണിഷ്മെൻറ്റ്. ഇത് പെട്ടെന്ന് സംഭവിച്ചിട്ടുള്ളൊരു വയലൻസ് അല്ല, വളരെ ഡെലിബറേറ്റ് ആയിട്ട് കരുതിക്കൂട്ടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർക്ക് കൊടുത്തൊരു ശിക്ഷയാണ് അഗെയിൻസ്റ്റ് ദളിറ്റ്സ് ഹു ഹാഡ് ഓർഗനൈസ്ഡ് ഫോർ ബെറ്റർ വേജസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിൽ അവർ പല ഓർഗനൈസേഷൻ്റെ കീഴിലും ഈ ഒരു പ്രശ്നങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടുന്നവർക്ക് എന്ത് ശിക്ഷയാണ് ഇവർ കൊടുക്കുക എന്നുള്ള ഒരു ഷോക്കേസിങ് എക്സിബിഷൻ കൂടിയായിരുന്നു. ആൻഡ് ഇറ്റ് റിവീൽസ് ഹൗ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് കാസ്റ്റ് ഓപ്പറേഷൻ വർക്ക്ഡ് ടുഗെദർ ടു മെയിൻറ്റെയിൻ ഇനീക്വാളിറ്റി. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ലാൻഡ് ലോഡ്സും താഴ്ന്ന ജാതിക്കാരും തമ്മിലുള്ള ഈ ഒരു ഇനീക്വാളിറ്റി അവിടെ കൃത്യമായി നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ അവിടെ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷനും നമുക്ക് കാണാൻ പറ്റും, അതേസമയം ജാതി ബേസ് ചെയ്തിട്ടുള്ള ഒപ്രഷനും അടിച്ചമർത്തലും നമുക്ക് കാണാൻ പറ്റും. ത്രൂ ഔട്ട് ദ നോവൽ കണ്ടസാമി ഷോസ് ഹൗ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ പെർമിയേറ്റ്സ് എവറി ആസ്പെക്റ്റ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യയുടെ ഓരോ ആസ്പെക്റ്റിലും കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ വേർതിരിവുകൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രം ഹു ക്യാൻ ആക്സസ് വാട്ടർ, ആർക്കാണ് ഒരു സ്ഥലത്ത് നിന്ന് വെള്ളം എടുക്കാൻ പറ്റുക, ഹു റിസീവ് ജസ്റ്റിസ് ആഫ്റ്റർ ക്രൈം, ഒരു കൊലപാതകം നടന്ന ശേഷം ആർക്കാണ് നീതി കിട്ടുന്നത്. ഈ ഒരു കേസിൽ ലാൻഡ് ലോഡിൻ്റെ ഭാഗത്ത് തന്നെയാണ് കോർട്ട് നിന്നിരുന്നത്. ദെൻ ടു ഹൂസ് വോയിസസ് ആർ ഹേർഡ് ഇൻ ഒഫീഷ്യൽ അക്കൗണ്ട്സ് ഓഫ് ഹിസ്റ്ററി. ഹിസ്റ്ററിയിൽ നിന്ന് നമ്മൾ അന്വേഷിച്ച് പോയാൽ നമുക്കൊരു ഗവൺമെൻറ് സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്ന ഡീറ്റെയിൽസ് പലപ്പോഴും അത് ഇരകളുടെ ഭാഗത്തു നിന്നായിരിക്കില്ല. അപ്പോൾ ഈ നോവലിൻ്റെ തന്നെ ആദ്യത്തിൽ കാണിക്കുന്നത് ലാൻഡ് ലോഡ്സ് പോലീസിന് കൊടുത്തിട്ടുള്ളൊരു മെമ്മറാൻഡം ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഡാറ്റാസാണ് അവൈലബിൾ ആവുക. സോ ഹെർ അൺഫ്ലിഞ്ചിങ് detailing of the violence serves as a counter testimony to sanitize official narratives that often minimize or erase caste atrocities. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഈ കേസിനെ പറ്റി അന്വേഷിക്കുമ്പം കിട്ടുക അവിടെ ഉന്നത ജാതിക്കാരായിട്ടുള്ള ഈ ലാൻഡ് ലോഡ്സ് കൊടുത്തിട്ടുള്ള മെമ്മറാണ്ടാണ്. അല്ലാതെ ഈ ലോവർ കാസ്റ്റ് ആയിട്ടുള്ള ആളുകൾ പോലീസിനോട് പ്രൊട്ടക്ഷൻ ചോദിച്ച ഡീറ്റെയിൽസ് ഒന്നും അവിടെ കാണില്ല. സോ ഈ ഒരു കൗണ്ടർ ടെസ്റ്റിമണി ആയിട്ടാണ് അവർക്കെതിരെയുള്ള ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഇരകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു തെളിവായിട്ടൊരു ടെസ്റ്റിമണി ആയിട്ടാണ് ഈ ഒരു നോവല് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇത് ഒഫീഷ്യൽ ആയിട്ടുള്ള നെറേറ്റീവ്സ് പലപ്പോഴും അവരെ സംരക്ഷിച്ചുകൊണ്ടും അവരെ വെള്ള പൂശിക്കൊണ്ടുമായിരിക്കും. സാനിറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ള പൂശുക എന്ന് പറയുന്ന ഒരു ടേമാണ്. സോ ഒഫീഷ്യൽ നെറേറ്റീവ്സിന് എതിരെ വർക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റിമണി ആയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ വരുന്നത്. ഇറ്റ് ഫോഴ്സസ് റീഡേഴ്സ് ടു കൺഫ്രണ്ട് ദ ഹ്യൂമൻ കോസ്റ്റ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ദാറ്റ് കണ്ടിന്യൂസ് ടുഡേ. ഇന്നും തുടർന്നു പോരുന്ന മനുഷ്യർക്ക് ഇതിൽ നിന്നുണ്ടാകുന്ന ഒരു നഷ്ടത്തിനെ കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ബൈ റൈറ്റിംഗ് അബൌട്ട് റിയൽ ഹിസ്റ്റോറിക്കൽ ഇൻസിഡൻറ്റ്സ് ലൈക്ക് കിൽവൺമണി ഷി പ്രിവെൻറ്റ്സ് ദീസ് ട്രാജഡീസ് ഫ്രം ബീങ് ഫോർഗോട്ടൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്, അന്ന് നടന്നിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആണെങ്കിലും ഇതൊന്നും ഒരിക്കലും സമൂഹം മറന്നു പോകരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയിലാണ് ഈ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇൻസിഡൻറ്റിനെ ഈ ഒരു നോവലിൽ ഇത്രയും ഗ്രാഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസിൽ ഇവർ എക്സ്പോസ് ചെയ്യുന്നത്. ഇറ്റ്സ് ഇൻ എക്സ്പോസിങ് ദ ഡബിൾ ഇൻജസ്റ്റിസ് ഓഫ് ബോത്ത് ഒറിജിനൽ വയലൻസ് ആൻഡ് ദ സബ്സിക്വൻറ്റ് ഫെയിലിയർ ഓഫ് ജസ്റ്റിസ് സിസ്റ്റംസ് ടു ഹോൾഡ് പെർപെട്രേറ്റേഴ്സ് അക്കൗണ്ടബിൾ. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു അട്രോസിറ്റിയിൽ ഭാഗമായിട്ടുള്ള എല്ലാ ലാൻഡ് ലോഡ്സും രക്ഷപ്പെട്ട് കോടതിയിൽ നിന്ന് ഊരിപ്പോരുന്ന ഒരു സീനാണ് ഹിസ്റ്ററിയിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിന് എഗെയിൻസ്റ്റുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കൂടി ഈ ഒരു നോവലിനെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദെൻ അനദർ
question asked is the novel as a violence, as a showcasing of violence on the marginalized. മാർജിനലൈസ്ഡ് എന്ന് പറയുമ്പോൾ മാർജിനിലേക്ക്, അരികുകളിലേക്ക് നമ്മൾ തള്ളിയിട്ടുള്ള, അരികുവൽക്കരിച്ചിട്ടുള്ള സമൂഹത്തിലെ ആളുകൾ, സമൂഹത്തിൻ്റെ മെയിൻ സ്ട്രീമിൽ അവരെ കാണാൻ പറ്റില്ല, അവരെപ്പോഴും അരികുകളിലായിരിക്കും. സോ ദ ടൈറ്റിൽ ഓഫ് ദ സെക്ഷൻ ഇൻ വിച്ച് ദിസ് ചാപ്റ്റർ അപ്പിയർഡ് ഇസ് ദ ബാറ്റിൽ ഗ്രൗണ്ട്. ബാറ്റിൽ ഗ്രൗണ്ട് എന്ന് പറയുന്ന സെക്ഷനിലാണ് നമ്മുടെ മിസ്ചീഫ് ബൈ ഫയർ എന്ന് പറയുന്ന 10th ചാപ്റ്റർ വന്നിട്ടുള്ളത്. ആ ഒരു ടൈറ്റിൽ തന്നെ നമുക്ക് ഇറ്റ് സജസ്റ്റ് ദാറ്റ് സിംപ്ലി എക്സിസ്റ്റിംഗ് ആസ് എ മാർജിനലൈസ്ഡ് പേഴ്സൺ മീൻസ് ലിവിങ് ഇൻ കോൺസ്റ്റൻറ്റ് സ്റ്റേറ്റ് ഓഫ് കോൺഫ്ലിക്റ്റ്. ജീവിതം എന്ന് പറയുന്നത് ഒരു ബാറ്റിൽ ഗ്രൗണ്ടാണ്. മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയിൽ, ദളിത് കമ്മ്യൂണിറ്റീസിൽ ജനിച്ചിട്ടുള്ള ആളുകൾക്ക് ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു യുദ്ധമാണ്. വേർ അസേർട്ടിങ് ബേസിക് ഹ്യൂമൻ ഡിഗ്നിറ്റി ഓർ റൈറ്റ്സ് ക്യാൻ ബി മാറ്റ് വിത്ത് ഡെവസ്റ്റേറ്റിംഗ് വയലൻസ്. ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ ഡിഗ്നിറ്റിയും സെൽഫ് റെസ്പെക്റ്റും അസേർട്ട് ചെയ്യുക എന്നുള്ളൊരു ഡീഡാണ്. ഒരു പിടി അരി കൂടി വേജായിട്ട് ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ അതുപോലും എന്താ പറയുക, ഡെവസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള, തകർത്ത് കളയുന്ന വയലൻസിലേക്കാണ് പോകുന്നത്. കണ്ടസാമീസ് അപ്രോച്ച് ഇസ് പെർട്ടിക്കുലർലി പവർഫുൾ ബിക്കോസ് ഷീ ഗിവ്സ് വോയിസ് ആൻഡ് ഹ്യൂമാനിറ്റി ടു ദ വിക്ടിംസ്. ഇവിടെ ചെയ്തിട്ടുള്ളത് വിക്ടിംസിന് ഒരു ഐഡൻറ്റിറ്റിയും വോയിസും കൊടുക്കുകയാണ്. ആൻഡ് റെഫ്യൂസിങ് ടു ലെറ്റ് ദം ബി റെഡ്യൂസ് ടു സ്റ്റാറ്റിസ്റ്റിക്സ്. ഇപ്പോൾ വെറും 44 എന്നോ 45 എന്നുള്ള നമ്പറിലേക്ക് ഒരു മസാക്കറിൽ, കൂട്ടുകൊലയിലെ ആളുകളുടെ എണ്ണം നമ്മൾ ചുരുക്കുമ്പോൾ അവിടെ ഇൻഡിവിജ്വലായിട്ടുള്ള ആളുകൾ എറേസ് ആയി പോവാണ്, അവരെ നമ്മൾ കാണുന്നില്ല. സോ അതിനെ റെഫ്യൂസ് ചെയ്യാണ് ഇവർ ചെയ്യുന്നത്. ഷീ ഈസ് മേക്കിംഗ് റീഡേഴ്സ് വിറ്റ്നസ് ദെയർ ഫുൾ ഹ്യൂമാനിറ്റി ആൻഡ് ദ ഹൊറർ ഓഫ് വാട്ട് വാസ് ഡൺ ടു ദെം. ഇവരുടെ ബോഡിയിൽ എന്ത് സംഭവിച്ചു എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഇവരുടെ ഒരു ഫുൾ ഹ്യൂമാനിറ്റി, മനുഷ്യത്വം നമ്മൾ വീണ്ടും അസേർട്ട് ചെയ്ത് മുന്നോട്ട് വെക്കുകയാണ്. സോ വി ആർ വിറ്റ്നസിങ് ദെയർ ബോഡീസ്. ദ സ്റ്റൈൽ ഓഫ് വൺ ബ്രെത്ത്ലെസ് പാരഗ്രാഫ് വിത്ത് റിപ്പീറ്റഡ് യൂസ് ഓഫ് ആൻഡ് ക്രിയേറ്റ്സ് ആൻ അൺസ്റ്റോപ്പബിൾ പേസ്. അപ്പോൾ ഈ ഒരു ഒറ്റ ബ്രെത്ത്ലെസ് പാരഗ്രാഫാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ആൻഡിലൂടെ മാത്രം കണക്ട് ചെയ്യുന്ന അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ഒരു സ്പീഡിൽ, ഒരു പേസിൽ ഇത് പോകുമ്പോൾ ഇറ്റ് ഡു നോട്ട് അലോ റീഡേഴ്സ് ടു ലുക്ക് അവേ. നേരത്തെ പറഞ്ഞ പോലെ റീഡേഴ്സ് ഇതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു സമാധാനം കൊടുക്കുന്നില്ല. ആസ് ഹൗ വിക്ടിംസ് ഹാഡ് നോ എസ്കേപ്പ്. ആ തീയിൽ നിന്ന് എങ്ങനെ വിക്ടിംസിന് ഒരു രക്ഷയുണ്ടായിരുന്നില്ല എന്നുള്ളത് പോലെ റീഡേഴ്സിനും ഈ ഒരു എക്സ്പീരിയൻസ് അവരുടെ ബോഡിയിലും മൈൻഡിൽ ഫീൽ ചെയ്യുക എന്നുള്ളതിൽ നിന്ന് ദർ ഇസ് നോ എസ്കേപ്പ്. ദിസ് ലിറ്റററി ടെക്നിക്ക് ഇറ്റ് സെൽഫ് ബിക്കംസ് എ ഫോം ഓഫ് റെസിസ്റ്റൻസ്. അങ്ങനെയാണ് ലിറ്ററേച്ചറും ലിറ്റററി പീസസും എങ്ങനെ ഒരു റെസിസ്റ്റൻസിൻ്റെ, ചെറുത്തുനിൽപ്പിൻ്റെ ഫോമായിട്ട് മാറുന്നു. എഗെയിൻസ്റ്റ് ദ കംഫർട്ടബിൾ ഫോർഗെറ്റിംഗ്. വളരെ കംഫർട്ടബിളായിട്ട് നമ്മൾ കാര്യങ്ങൾ അത് നടക്കുന്ന സമയത്ത് ഓർക്കുന്നു, പിന്നീട് ഫോർഗെറ്റ് ചെയ്യുന്നു. അതിന് പകരം അതിനെ വളരെ റിയലായിട്ട്, ഇത് വായിച്ച ഒരാളും ഒരിക്കലും മറന്നു പോകാത്ത രീതിയിൽ അതിനെ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രോബ്ലത്തിനെ നമ്മുടെ മുന്നിൽ നിർത്തുകയാണ് ചെയ്യുന്നത്. സോ ടു കൺക്ലൂഡ്, ബൈ മേക്കിംഗ് ദ റീഡർ എ വിറ്റ്നസ് ടു ദിസ് മൊമെൻറ്റ് ഓഫ് മസാക്കർ, ഇവിടെ നമ്മളെ ഒരു സാക്ഷിയുടെ കൂട്ടിൽ നിർത്തുകയാണ് ചെയ്യുന്നത്. സോ ഈ റീഡർ ഈ ഒരു ഇൻസിഡൻറ്റ് കണ്ടതുപോലെയുള്ളൊരു ഫീൽ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ കണ്ടസാമി ക്രിയേറ്റ്സ് എ പ്രൊവക്കേറ്റീവ് കമൻട്രി ഓൺ ഹിസ്റ്റോറിക്കൽ ട്രോമ. ഹിസ്റ്റോറിക്കലായിട്ട് അനുഭവിച്ചിട്ടുള്ള ട്രോമയുടെ, പെയിനിൻ്റെ വളരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ കൊടുത്തിട്ടുള്ളൊരു കമൻട്രിയാണ് ഈ ഒരു നോവൽ നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഈ ഒരു ചാപ്റ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് സജസ്റ്റ് ദാറ്റ് ദ വൂൺസ് ഓഫ് കാസ്റ്റ് ബേസ്ഡ് ഓപ്പറേഷൻ ആൻഡ് ഫ്യൂഡൽ ബ്രൂട്ടാലിറ്റി കനോട്ട് ബി ഈസിലി ഹീൽഡ്. അപ്പോൾ ഒരിക്കലും കാസ്റ്റ് ബേസ് ആയിട്ടുള്ളൊരു അടിച്ചമർത്തലിൻ്റെയും അതുപോലെ ഫ്യൂഡലായിട്ടുള്ള ബ്രൂട്ടാലിറ്റിയും അധികാരി വർഗത്തിൻ്റെ ഈ ഒരു ഇത്രയും ബ്രൂട്ടൽ ആൻഡ് ക്രൂവലായിട്ടുള്ള ഈ ഒരു സ്റ്റാൻഡ്സ്, അതൊന്നും ഒരിക്കലും, അതുണ്ടാക്കിയിട്ടുള്ള വൂൺസ് ഒന്നും ഇറ്റ് ഈസ് നോട്ട് ഈസിലി ഹീൽഡ്. ആൻഡ് റിവെഞ്ച് ഇസ് ബോത്ത് പേഴ്സണൽ ആൻഡ് കളക്റ്റീവ് സൈക്കോളജിക്കൽ പ്രോസസ്സ്. അപ്പോൾ ഇതിന് ശേഷം പല ഇൻസിഡൻസും അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്താ പറയുക, പേഴ്സണൽ ആൻഡ് കളക്റ്റീവ് സൈക്കോളജിക്കൽ പ്രോസസ്സ്, അവിടെ സംഭവിച്ചിട്ടുള്ള ഇവൻസിനെയൊക്കെ അവരുടെ മനസ്സിലൂടെ നമ്മൾ കടന്നു പോകുന്ന തരത്തിലുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് നടന്നിട്ടുള്ളത്. ആൻഡ് റിവെഞ്ച് എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് സൈക്കോളജിക്കൽ പ്രോസസ്സാണ്, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. സോ ദ എൻഡിങ് റെഫ്യൂസ് ഇസ് നീറ്റ് റെസൊല്യൂഷൻ. ഒരു നീറ്റായിട്ടുള്ള റെസൊല്യൂഷനും എൻഡിങ്ങിലും ഇതെത്തുന്നില്ല. പകരം വളരെ റോ ആയിട്ട്, പച്ചയ്ക്ക് അൺഫിൽട്ടേർഡായിട്ട്, ഒരു സെൻസറിങ്ങും ഇല്ലാതെ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിൻ്റെ എക്സ്പീരിയൻസിനെ, ഹിസ്റ്റോറിക്കലായിട്ട് നടന്നിട്ടുള്ള ഇൻജസ്റ്റിസിനെ, അനീതിയെ കൃത്യമായിട്ട് പോർട്രേ ചെയ്തു. ആൻഡ് ഇറ്റ് ബിക്കംസ് എ പവർഫുൾ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് റെസിസ്റ്റൻസ്, മെമ്മറി ആൻഡ് എൻഡ്യൂറിങ് സ്പിരിറ്റ് ഓഫ് ദോസ് ഹു ഹാവ് ബീൻ സിസ്റ്റമാറ്റിക്കലി ഒപ്രസ്ഡ്. ഈ ഒരു സിസ്റ്റം തന്നെ, ഗവൺമെൻറ് തന്നെ ഒപ്രസ് ചെയ്യുന്ന
ആളുകളുടെ ചെറുത്തുനിൽപ്പും അവരുടെ ഓർമ്മകളും അവരുടെ ഒരിക്കലും തകർക്കാൻ പറ്റാത്ത ഒരു എൻഡ്യൂറിങ് സ്പിരിറ്റിനെയുമാണ് ഇവിടെ റൈറ്റർ ഷോക്കേസ് ചെയ്തിട്ടുള്ളത്, എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് ലെസൺ. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ്. ഇഫ് യു ഹാവ് എനി കമൻറ്റ്സ് പ്ലീസ് ഡു മേക്ക് ഇറ്റ്.